കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ എനിക്ക് സംശയം വന്നിരുന്നു. പിന്നെ ഞാൻ ഭാര്യയോട് എൻ്റെ കൂട്ടുകാരെ മുഖാന്തരം സംസാരിപ്പിച്ചപ്പോഴാണ് ആള് ഗേയാന്നുള്ളത് അറിയുന്നത്. പിന്നെ ഇവിടുന്ന് ആള് ഗേയാന്നുള്ള വീഡിയോസ്, ചാറ്റ്സ്, ആളുടെ കാര്യങ്ങൾ, ആണുങ്ങളെ വീഡിയോ കോൾ വിളിച്ച് നാഗ്നസ് കാണിച്ചത് പലതും എനിക്ക് ആൾക്കാർ മൊബൈലിൽ അയച്ചു തരുമായിരുന്നു. സ്വവർഗാനുരാഗി എന്നത് മറച്ചുവെച്ച് വിവാഹ തട്ടിപ്പ് നടത്തിയ യുവാവിനെതിരെ പരാതിയുമായി പൊന്നാനിയിൽ യുവതി രംഗത്ത്. യുവാവിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണം. പൊന്നാനി കടവനാട് സ്വദേശിയായ യുവാവിനെതിരെയാണ് രണ്ടാം ഭാര്യയായ യുവതി പരാതിയുമായി രംഗത്തെത്തിയത്. ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് പരാതിക്കാരിയായ യുവതിയെ ഇയാൾ വിവാഹം ചെയ്തതെന്നാണ് യുവതി പറയുന്നത്. പിന്നെ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇവന്റെ ലീലാവിലാസങ്ങൾ എനിക്ക് നാട്ടുകാർ കാണിച്ചെന്ന്. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇവന്റെ ഫോൺ വീഡിയോ ഒരു പയ്യനായിട്ടുള്ളത് എന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് സെക്ഷുവാലിറ്റി ചെയ്യാന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്ത്. ഭാര്യ എന്നുള്ള രീതിക്കുള്ള ഒന്നും ഞങ്ങൾ 2 പെൺകുട്ടികളായിട്ട് ഉണ്ടായിട്ടില്ല. അയാൾ വിവാഹ തട്ടിപ്പ് നടത്തുകയാണ്. ഇവർക്ക് തട്ടിപ്പിലേക്ക് ഒരു അനിയനെ ഇറക്കണമെന്നുണ്ട്. പക്ഷെ അനിയൻ വികലാംഗനായോണ്ട് ആ തട്ടിപ്പിൽ ഇതുവരെ പോവില്ല എന്നുള്ളതുകൊണ്ട് ഇവനെ തന്നെ വെച്ച് വീണ്ടും വിവാഹം. 35 പവൻ സ്വർണ്ണം 50,000 രൂപ തരില്ല. അവര് ഒരു കരാർ എഴുതി ഞങ്ങൾക്ക് വിട്ടു തന്നു. വക്കീല് സുരേഷ് മുഖാന്തരം. അതിൽ 20 പവൻ സ്വർണ്ണവും 50,000 രൂപ തിരിച്ചു തരാം, പകരം 2,60,000 രൂപ ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കണം അവർക്ക്. ഗേയായ മകനെ മറച്ചു വെച്ച് 2 വിവാഹം കഴിപ്പിച്ച് രണ്ടാമത് ഇന്റെ ജീവിതം നശിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കണം. എന്നാൽ വിവാഹശേഷം ഇയാൾ സ്വവർഗാനുരാഗിയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. യുവതിയുടെ 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച യുവാവും കുടുംബവും ഭാര്യയെ മർദ്ദിക്കാനും തുടങ്ങി. കേസായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. കാരണം ഇങ്ങനെ തട്ടിപ്പ് ചെയ്തിട്ട് എന്ത് തട്ടിപ്പ് വേണമെങ്കിലും ചെയ്തോട്ടെ, പണം ഉണ്ടാക്കാൻ, എഴുത്ത് ലോട്ടറി ചെയ്ത് അതൊന്നും ഞാനൊരു പ്രശ്നമായി കരുതുന്നില്ല. പക്ഷെ വിവാഹ തട്ടിപ്പ് നടത്തിയിട്ട് ഓരോ കുടുംബങ്ങൾ അനാഥാക്കുക. ആദ്യം ഒരു കുട്ടീനെ അനാഥാക്കി, അവളെ കാശിന് സ്വർണം പറ്റിച്ച്, രണ്ടാമത് ഇതേ രീതിക്ക് ഇന്ന അനാഥാക്കി, എന്റെ കാശ് സ്വർണം പറ്റിച്ച്, ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പലയിടത്തും പോയി പെണ്ണ് കാണുന്നു. നാട്ടിൽ വരുമ്പോൾ സത്യം അറിഞ്ഞ് പലരും ഒഴിവാകുന്നു. ആ രീതിക്കുള്ള ഒരു ഓഡിയോ ഞാൻ വിട്ടുതരാം. ഒരു ആളുടെ പെങ്ങളെ, കൂട്ടുകാരന്റെ പെങ്ങളെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഇന്ന കല്യാണം കഴിക്കുന്നതിന് 1 മാസം മുന്നേ പോയി പെണ്ണ് കണ്ട്. പലതവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും പൊന്നാനി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തില്ലെന്നാണ് യുവതി പറയുന്നത്. പോലീസിന് യാതൊരുവിധ നടപടി ഉണ്ടായില്ല. അവര് ഞങ്ങളെ കളിയാക്കുന്ന രീതിക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഞാൻ ചാനലിൽ പോയി ഇനി ഒരു നീതി കിട്ടിയില്ലെങ്കിൽ പറഞ്ഞപ്പോ അവിടുത്തെ SI തോമസ് പറഞ്ഞത് ചാനലിൽ പോണ്ട, ചാനലുകളൊന്നും സത്യമല്ല, നിങ്ങളെ കുറ്റക്കാരാക്കും, നിങ്ങളെ സൊസൈറ്റി കളിയാക്കും. ഞാൻ പറഞ്ഞു കളിയാക്കിക്കോട്ടെ. അപ്പൊ അയാൾ പറഞ്ഞു ഇത്തരക്കാരുടെ കൂടെ ജീവിച്ചാലും നീയാ നാളെ പറഞ്ഞു നാറണമെങ്കിൽ ഞാൻ അങ്ങ് നാറട്ടെ, ഇനി ഒരു പെണ്ണ് കൂടുന്നില്ല. തുടർന്ന് മലപ്പുറം SP-ക്കും DYSP-ക്കും പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി. നേരത്തെ ഒറ്റ നമ്പർ ലോട്ടറി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഇയാൾ വീണ്ടും വിവാഹ തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുകയാണെന്നും യുവതി പറഞ്ഞു.